നമുക്ക് കെമിക്കൽ ഷാമ്പൂവിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു നാച്ചുറൽ ഷാമ്പൂ ആണ് ഇത്. നമ്മുടെ മുടിയും സ്കാൽപ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനും മുടി വളരാനും സഹായിക്കുന്ന ഒരു നാച്ചുറൽ ഷാമ്പൂ ആണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 30 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഇന്ന് ഡേ 19 ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് മുടിയിൽ നന്നായിട്ട് ഓയിൽ തേച്ച് കൊടുക്കേണ്ട ദിവസമാണ് കേട്ടോ. നമ്മളിപ്പോൾ ഡീപ്പ് ഹെയർ ഓയിലിംഗ് ഒക്കെ ചെയ്തിട്ട് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഓയിൽ തേച്ച് കൊടുക്കണം. ഞാൻ പറയുന്നുണ്ട്, ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നമ്മൾ അത്യാവശ്യം നന്നായിട്ട് മുടിയിൽ ഓയിൽ തേച്ചിട്ടില്ല എന്നാണെങ്കിൽ നമ്മുടെ സ്കാൽപ്പ് ഒരുപാട് ഡ്രൈ ആവാനും മുടിക്ക് ഡ്രൈനസ് വരാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് നന്നായിട്ട് മുടിയിൽ ഓയിൽ തേച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ എപ്പോഴും ഡീപ്പ് ഹെയർ ഓയിലിംഗ് ചെയ്യുന്ന ദിവസം നമ്മൾ കെമിക്കൽ ഷാമ്പൂ ഉപയോഗിച്ചിട്ടാണ് മുടി കഴുകുക. പക്ഷെ നമുക്ക് ഇന്ന് കെമിക്കൽ ഷാമ്പൂ നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇന്ന് നാച്ചുറൽ ഷാമ്പൂ ഉപയോഗിച്ചിട്ട് മുടി കഴുകാം. ഈ ഒരാഴ്ച നമുക്ക് കെമിക്കൽ ഷാമ്പൂ നമ്മുടെ മുടിയിൽ ഉപയോഗിക്കുകയേ വേണ്ട. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഉപയോഗിച്ചതാണല്ലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ നാച്ചുറൽ ഷാമ്പൂ നമ്മുടെ സ്കാൽപ്പ് മുടിയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനും മുടി വളരാനൊക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുടിയിൽ ഓയിൽ തേച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഏത് ഓയിലാണോ മുടിയിൽ ഉപയോഗിക്കുന്നത് അത് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ എൻ്റെ കരിഞ്ജീരക എണ്ണ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ കെമിക്കൽ ഷാമ്പൂ ഉപയോഗിക്കുമ്പോൾ പിന്നെ എടുക്കുന്ന അത്രയും ഓയിൽ ഇതിന് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് നാച്ചുറൽ ഷാമ്പൂ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താ പറയുക, എണ്ണ പോകുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ. അപ്പോൾ അതിനനുസരിച്ച് മാത്രമേ നിങ്ങൾ ഓയിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. എൻ്റെ ഓയിൽ കുറച്ച് ഉറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഓയിൽ വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 2 സ്പൂൺ അളവിലാണ് ഞാനിവിടെ ഓയിൽ എടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ 4 സ്പൂൺ അളവിലൊക്കെയാണ് ഓയിൽ ഉപയോഗിക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 2 സ്പൂൺ അളവിലാണ് കേട്ടോ ഓയിൽ എടുക്കുന്നത്. ഞാൻ ഓയിൽ എടുക്കട്ടെ. ഫുള്ള് കട്ട കുത്തിയിരിക്കണം. അപ്പോൾ ഞാൻ അധികം എണ്ണ ഇതാക്കിയില്ല. അപ്പം ഞാനിതാ ഓയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം എൻ്റെ ഈ ഒരു ബോട്ടിൽ എല്ലാവരും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് എവിടുന്ന് ഓൺലൈനായിട്ടാണോ വാങ്ങിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. നമുക്കിത് അടുക്കളയിലൊക്കെ ഓയിൽ അങ്ങനെ ഉപയോഗിക്കുന്ന ബോട്ടിലാണെന്ന് തോന്നുന്നു. അങ്ങനെ ആ ഒരു ഇതിൽ ഞാൻ വാങ്ങിച്ചതാണ്. നല്ലതാണ് കേട്ടോ. നമുക്ക് പിന്നെ ഉപയോഗിക്കാനും എടുത്തു വെക്കാനും അങ്ങനെ നല്ല എളുപ്പമാണ് കേട്ടോ. പിന്നെ കട്ട കുത്തിപ്പോയാൽ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും, അതിൻ്റെ ഹോൾ അടഞ്ഞു പോകും, അത് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇന്ന് ഞാൻ ഹോട്ട് ഓയിൽ ഒന്നും ചെയ്യുന്നില്ല, നോർമലായിട്ട് ഓയിൽ ചെയ്യാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഹോട്ട് ഓയിൽ മസാജ് നന്നായിട്ട് തോന്നുകയാണെങ്കിൽ മുടിയിൽ ഹോട്ട് ഓയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാസ്റ്റർ ഓയിലും ഞാൻ ഇന്ന് ചേർക്കുന്നില്ല. കാസ്റ്റർ ഓയിൽ ചേർക്കുന്നവർക്ക് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഞാൻ ഇന്ന് വൈറ്റമിൻ ഇ ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാനിതവിടെ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ വൈറ്റമിൻ ഇ ആഴ്ചയിൽ ഒരു തവണ ഉപയോഗിക്കുന്നത് നല്ലതാണ്, ഞാൻ എപ്പോഴും പറയലുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വൈറ്റമിൻ ഇ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്നത്തെ ദിവസം ഓയിലിലേക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ചേർത്ത് കൊടുത്ത് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇല്ലെങ്കിൽ നോർമലായിട്ട് സാധാരണ ഓയിൽ നിങ്ങൾ തേച്ച് കൊടുത്താൽ മതി. വൈറ്റമിൻ ഇ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒരെണ്ണം എടുത്ത് ചേർത്തിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ വൈറ്റമിൻ ഇ ചേർക്കുമ്പോൾ ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഓയിലിൽ വൈറ്റമിൻ ഇ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഓയിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇന്നത്തെ ദിവസം കാസ്റ്റർ ഓയിൽ ചേർക്കണമെങ്കിൽ കാസ്റ്റർ ഓയിൽ ചേർക്കാം. ഓയിൽ ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ട് ചൂടാക്കിയിട്ട് ഉപയോഗിക്കണം, അങ്ങനെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നോർമലായിട്ട് ഓയിൽ ഉപയോഗിക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല. അപ്പം ഞാനിന്ന് ഇത്രയാണ് കേട്ടോ ചെയ്യുന്നത്. മുടിയൊക്കെ ഞാൻ ചീകി വെച്ചതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മുടിയൊക്കെ ചീകാത്തവരൊക്കെ ആണെങ്കിൽ, ചീകാത്തവരെന്നല്ല, ഓയിൽ തേക്കുന്നതിന് മുമ്പായിട്ട് മുടി നന്നായിട്ട് ചീകിയിട്ട് ഓയിൽ തേക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. അപ്പോൾ ഇനി നമുക്ക് ഓയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കാം. അപ്പോൾ സ്കാൽപ്പിൽ നന്നായിട്ട് തന്നെ ആദ്യം തേച്ച് കൊടുക്കണം. ഞാൻ എപ്പോഴും പറയലുണ്ട്, സ്കാൽപ്പ് മോയ്സ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഈ രീതിയിൽ നമ്മൾ ഓയിൽ തേച്ച് കൊടുക്കണം കേട്ടോ. സ്കാൽപ്പിൽ എല്ലായിടത്തും തേച്ച് കൊടുക്കാം. അപ്പോൾ താരനൊക്കെ ഒരുപാട് പേർക്ക് വ്യത്യാസമുണ്ട്, താരൻ്റെ പ്രശ്നമൊക്കെ കുറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സന്തോഷമുണ്ട് കേട്ടോ. നമ്മുടെ ചലഞ്ച് റിസൾട്ട് ഉണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ കമൻറ്റ് വായിക്കുമ്പോൾ എനിക്ക് നല്ല സന്തോഷമാവും. എല്ലാവരും കുറച്ച് പേര് എല്ലാവരും കുറഞ്ഞു എന്നല്ല, കുറച്ച് പേർക്കൊക്കെ ഇനിയും പിന്നെ മുടി കൊഴിച്ചിലും താരനൊക്കെ കുറയാനുണ്ട് എന്നും പറയലുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇന്ന് നമ്മൾ നാച്ചുറൽ ഷാമ്പു ഉപയോഗിച്ചിട്ടാണ് മുടി കഴുകുന്നതെന്ന് പറഞ്ഞതുകൊണ്ട് ഒരുപാട് മുടി നമ്മൾ കെമിക്കൽ ഷാമ്പു ഇടുമ്പോൾ അങ്ങനെ നനയുന്ന രീതിയിൽ ഓയിൽ തേക്കില്ല. അപ്പോൾ ആ രീതിയിൽ ഓയിൽ തേക്കേണ്ട ആവശ്യമില്ല. എങ്കിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഓയിൽ തേച്ച് കൊടുക്കണം. പിന്നെ നമുക്കിങ്ങനെ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നവരൊക്കെ ആണെങ്കിൽ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, മുടി കഴുകാൻ എന്തെങ്കിലും വേറെ താളിപ്പൊടി അല്ലാതെ വേറെ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊരു നാച്ചുറൽ ഷാമ്പൂ പൗഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല റിസൾട്ടാണ്, എനിക്കും പേഴ്സണലി നല്ല ഇഷ്ടമാണ്. കാരണം കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ മുടിയിൽ നിന്ന് ഓയിൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു നാച്ചുറൽ ഷാമ്പൂ പൗഡർ നമ്മൾ കുറച്ച് മുമ്പ് എനിക്ക് തോന്നുന്നു ഒരു 2-3 മാസം മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ ഒരു ഷാമ്പു പൗഡർ നല്ലതാണ്. നിങ്ങൾക്ക് പിന്നെ തയ്യാറാക്കി കൊണ്ടുപോകാനൊക്കെ എളുപ്പമാണ്. നമുക്ക് എനിക്കൊന്നൊരു 6 മാസം വരെയൊക്കെ നമുക്ക് തയ്യാറാക്കി എടുത്ത് വെച്ച് ഉപയോഗിക്കാൻ പറ്റിയ ഒരു നാച്ചുറൽ ഷാമ്പു ആണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ഉപയോഗിക്കട്ടെ. നമുക്ക് ആഴ്ചയിൽ 2 തവണയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. നമ്മുടെ മുടിയുടെ ടെക്സ്ചർ മാറ്റാനും ആ ഒരു നാച്ചുറൽ ഷാമ്പു പൗഡർ നന്നായിട്ട് സഹായിക്കും. നല്ലൊരു ബൗൺസി ഫീലൊക്കെ തരാനായിട്ട് നന്നായിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അത് ട്രൈ ചെയ്യണമെങ്കിൽ അത് ട്രൈ ചെയ്യാം. പിന്നെ നമ്മുടെ താളിപ്പൊടി ഉണ്ട്, താളിപ്പൊടി ട്രൈ ചെയ്യേണ്ടവർക്ക് താളിപ്പൊടി ട്രൈ ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഷാമ്പു പാക്കായിട്ട് ചെയ്യാം കേട്ടോ. നാച്ചുറൽ ഷാമ്പു പാക്കായിട്ട് ചെയ്യാം. അപ്പോൾ പാക്കിൻ്റെതായിട്ടുള്ള ഗുണവും കിട്ടും. പിന്നെ നമ്മുടെ സ്കാൽപ്പിലുള്ള
അഴുക്കും പിന്നെ എണ്ണയൊക്കെ പോവാനും ഈ ഒരു നാച്ചുറൽ ഷാമ്പു നന്നായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഓയിൽ സ്കാൽപ്പിൽ എല്ലായിടത്തും ഫ്രണ്ടിലും ബാക്കിലൊക്കെ തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മുടിയിലും മുടിയുടെ അറ്റത്തൊക്കെ നന്നായിട്ട് തന്നെ നിങ്ങൾ തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പൊ ഞാനിതാ സ്കാൽപ്പിലും മുടിയിലൊക്കെ നന്നായിട്ട് തന്നെ ഓയിൽ തേച്ചിട്ട് ചെറിയൊരു മസാജിങ് ഒക്കെ കൊടുത്തിട്ട് മുടി കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി കുറച്ച് സമയം ഓയിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഓയിൽ തേച്ചിട്ട് അങ്ങനെ ഒരുപാട് സമയം വെക്കണമെന്നൊന്നുമില്ല. ചിലർക്ക് ഇങ്ങനെ ഓയിലൊക്കെ തേച്ചിട്ട് കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ നീരിറക്കത്തിന്റെ പ്രശ്നമൊക്കെ വരും. അങ്ങനെയുള്ളവർ അങ്ങനെ ഓയിൽ തേച്ചിട്ട് കുറച്ച് സമയം വെക്കണം എന്നൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇന്ന് എന്തായാലും ഒരു നാച്ചുറൽ ഷാമ്പു തയ്യാറാക്കണമല്ലോ. അപ്പൊ ആ ഒരു ഷാമ്പു തയ്യാറാക്കുന്ന ഒരു സമയം വരെ ഓയിൽ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. നമ്മുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ നന്നായിട്ട് പിടിക്കുമല്ലോ. അപ്പൊ നമുക്ക് വേഗം പോയിട്ട് നമ്മുടെ ഇന്നത്തെ നാച്ചുറൽ ഷാമ്പു തയ്യാറാക്കാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ നാച്ചുറൽ ഷാമ്പു തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ചെറുപയറാണ് കേട്ടോ. ചെറുപയർ ഞാനിത് തലേ ദിവസം കുതിർക്കാൻ ഇട്ടതാണ്. അപ്പൊ ഈ ഒരു സ്പൂണ് 2 സ്പൂൺ അളവിൽ എടുത്തിട്ട് ഞാൻ കഴുകിയിട്ട് കുതിർക്കാൻ ഇട്ടതാണ് കേട്ടോ. നമ്മുടെ ഇന്നത്തെ പാക്കിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ഉപയോഗിക്കണം കേട്ടോ. നല്ലതാണ്. കാരണം നമ്മുടെ സ്കാൽപ്പ് മുടിയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ചെറുപയർ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. ചെറുപയറിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ അടുത്തതായിട്ട് ഉപയോഗിക്കുന്നത് ഉലുവയാണ്. അപ്പോൾ ഉലുവയും നമ്മൾ ചെറുപയർ എത്രയാണോ എടുത്തത് അതേ അളവിൽ തന്നെ നിങ്ങൾ ഉലുവ എടുക്കുക. അപ്പോൾ 2 സ്പൂൺ ചെറുപയറാണ് എടുത്തിട്ടുള്ളെങ്കിൽ 2 സ്പൂൺ അളവിൽ തന്നെ നിങ്ങൾ ഉലുവ എടുക്കുക കേട്ടോ. ഉലുവയും തലേ ദിവസം കുതിർക്കാൻ ഇടണം. കഴുകിയിട്ട് കുതിർക്കാൻ ഇടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് രണ്ടും നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ. ചെറുപയറും ഉലുവയും നമ്മുടെ സ്കാൽപ്പ് മുടിയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനും താരന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനും മുടിയൊക്കെ നന്നായിട്ട് വളരാനും സഹായിക്കുന്ന 2 ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്കൊരു മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കഴുകിയിട്ട് കുതിർക്കാൻ ഇടണം എന്നുള്ളത്. അപ്പോൾ ആ വെള്ളം നമുക്ക് എന്തായാലും ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പോൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് ആ വെള്ളം തന്നെ നമുക്ക് മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുപയറും ഉലുവയും ഒന്നിച്ച് കുതിർക്കാൻ ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെമ്പരത്തിപ്പൂവാണ്. അപ്പോൾ ഞാൻ ഈ വലിയ ചെമ്പരത്തിപ്പൂവാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേലി ചെമ്പരത്തി നമ്മുടെ ചെറിയ ചെമ്പരത്തിപ്പൂവില്ലേ അത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ വേറെ ഏത് ചെമ്പരത്തിപ്പൂ ആണെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ കട്ട ചെമ്പരത്തിയോ വേറെ ഏത് കളറുള്ള ചെമ്പരത്തിപ്പൂ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ചെമ്പരത്തിപ്പൂവും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. കാരണം നമ്മുടെ മുടിക്ക് നല്ല ഷൈനിങ് കിട്ടാനും മുടി ക്ലീൻ ആവാനും മുടി വളരാനും ചെമ്പരത്തിപ്പൂ ഏറ്റവും നല്ലതാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെമ്പരത്തിപ്പൂ ഇല്ല, ചെമ്പരത്തി ഇലയാണ് ഉള്ളതെങ്കിൽ ഇല ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇല മാത്രമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ചെമ്പരത്തിപ്പൂ ഇത്ര അളവ് എന്നില്ല കേട്ടോ. ഞാനിവിടെ ഒരു 10 എണ്ണമൊക്കെ എടുത്തിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യം കിട്ടിയതുകൊണ്ടാണ് കേട്ടോ. ഒരു 5-8 എണ്ണമൊക്കെ നിങ്ങൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പിന്നെ നിങ്ങളുടെ കയ്യിൽ എത്രയാണോ ഉള്ളത് അതിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് കുറഞ്ഞാലും കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിതാ ചെമ്പരത്തിപ്പൂ എല്ലാം തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാച്ചുറൽ ഷാമ്പു തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇനി നമുക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ വെള്ളം തന്നെ നമുക്ക് മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിതാ ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു തുണി ഉപയോഗിച്ചിട്ട് നമുക്കിത് അരിച്ചെടുക്കാം. അപ്പോൾ പാക്ക് കുറച്ച് തിക്കായിട്ടാണ് കേട്ടോ ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ അരച്ചെടുക്കുന്നതാണ് നല്ലത്. ഒരുപാട് ലൂസ് ആക്കാതെ നമുക്ക് തേക്കാനൊക്കെ എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ നമ്മുടെ നാച്ചുറൽ ഷാമ്പു ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ക്രീമി ടെക്സ്ചറിലാണ് നമ്മുടെ പാക്ക് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൂസ് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ലൂസ് ആക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്കിത് സ്കാൽപ്പിലും മുടിയിലൊക്കെ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്ക് നമുക്ക് സ്കാൽപ്പിൽ മാത്രമല്ല കേട്ടോ നമുക്ക് മുടിയിലും കംപ്ലീറ്റ് ആയിട്ട് തേച്ച് കൊടുക്കാം. അപ്പോൾ ആ ഒരു അളവിന് നിങ്ങൾ തയ്യാറാക്കണം. ഇപ്പോൾ ഒരുപാട് മുടിയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് അളവ് കൂടുതലായിട്ട് തയ്യാറാക്കണം കേട്ടോ. ഇപ്പം ഞാൻ എടുത്ത അളവിന് അത്യാവശ്യമുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ മുടിയിനേക്കാളും കൂടുതലുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു അളവിനുണ്ട്. അപ്പം ഏകദേശം ഇതൊക്കെ മതിയാവും. പിന്നെ ഒരുപാട് ഹെയർ ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ മാത്രം കുറച്ച് കൂടുതൽ തയ്യാറാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് സ്കാൽപ്പിൽ ആദ്യം നന്നായിട്ട് തേച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ പാക്ക് നല്ല ക്രീമി ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ തേക്കാൻ നല്ല എളുപ്പമാണ്. പിന്നെ നല്ലൊരു ലാവൻഡർ കളറിലാണ് കേട്ടോ നമ്മുടെ പാക്ക് ഇന്ന് വരുന്നത്. നല്ല രസമുണ്ട് പാക്ക് കാണാൻ. നമ്മൾ പിന്നെ ചെമ്പരത്തി ഇല ചേർക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു ഗ്രീൻ കളറിലേക്ക് പോകും. ചെമ്പരത്തിപ്പൂ മാത്രമാണെങ്കിൽ ഈ ഒരു ലാവൻഡർ കളറിൽ നമുക്കിത് കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് സ്കാൽപ്പിൽ എല്ലായിടത്തും തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കിത് മുടിയിലും തേച്ച് കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ഡീപ്പ് ഓയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഓയിൽ കംപ്ലീറ്റ് റിമൂവ് ആവണമെങ്കിൽ പാക്ക് അതിനനുസരിച്ച് തന്നെ നമ്മൾ തേച്ച് കൊടുക്കണം. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ കെമിക്കൽ ഷാമ്പൂവിനൊക്കെ പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു നാച്ചുറൽ ഷാമ്പൂ ആണ് കേട്ടോ. നമുക്ക് ആഴ്ചയിൽ വേണമെങ്കിൽ 2 തവണയൊക്കെ ഇത് ഉപയോഗിക്കാം. അടുപ്പിച്ച് ഉപയോഗിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഹെയറിലേക്ക് ഈ ഒരു പാക്ക് ഉപയോഗിക്കരുത്. കാരണം നമ്മുടെ മുടി ഒരുപാട് ഡ്രൈ ആയി പോകും. അത്യാവശ്യം ഓയിൽ തേച്ചിട്ട് മാത്രമേ നമ്മുടെ പാക്ക് നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓയിൽ തേച്ചില്ലേ അതേപോലെയൊക്കെ നമുക്ക് തേച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഓയിൽ റിമൂവ് ചെയ്യാനും പിന്നെ സ്കാൽപ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനും ഈ പാക്ക് നന്നായിട്ട് സഹായിക്കും കേട്ടോ.
അപ്പം നന്നായിട്ട് തന്നെ സ്കാൽപ്പിൽ എല്ലായിടത്തും തേച്ച് കൊടുക്കുക. ഫ്രണ്ടിലും ബാക്കിലൊക്കെ തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുടിയിലും തേച്ച് കൊടുക്കാം. അപ്പൊ ഞാനിത് ആ പാക്ക് സ്കാൽപ്പിലും മുടിയിലും കംപ്ലീറ്റ് ആയിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിൽ തന്നെ നമ്മുടെ ഇന്നത്തെ പാക്ക് നിങ്ങൾ തേച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഞാൻ എപ്പോഴും പറയലുണ്ടല്ലോ, ഒരു പാക്ക് ആകുമ്പോൾ നമുക്ക് അവിടെ ഒട്ടിപ്പിടിച്ച് നിന്നോളൂ. അപ്പൊ മുടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ നമ്മുടെ പാക്ക് തേച്ചിട്ട് ഒരു 15 മിനിറ്റ് നേരമൊക്കെ നിൽക്കാൻ പറ്റുമെങ്കിൽ വെച്ചിട്ട് കഴുകുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ തണുപ്പ് പറ്റാത്തവരാണെങ്കിൽ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ വെച്ചിട്ട് കഴുകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു 15 മിനിറ്റ് നേരം വെച്ചിട്ട് കഴുകുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മൾ മുടി കഴുകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പെട്ടെന്ന് തന്നെ കൈ ഉപയോഗിച്ച് മസാജ് ചെയ്യാതെ ഒരു 2-3 കപ്പ് വെള്ളം ഉപയോഗിച്ചിട്ട് പാക്ക് നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കുക. കുതിർത്തെടുത്തിട്ട് മാത്രമേ നമ്മൾ മസാജ് ചെയ്യാൻ പാടുള്ളൂ. ഉലുവയുടെ പാക്ക് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ എടുത്തു പറയുന്നത്. നമ്മൾ ഇങ്ങനെ ഡ്രൈ ആയിരിക്കുന്ന പാക്ക് മസാജ് ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ മുടി പൊട്ടിപ്പോവും, അത് ഉറപ്പാണ്. അപ്പൊ നിങ്ങൾ പിന്നെ നന്നായിട്ട് കുതിർത്തെടുത്തിട്ട് മാത്രമേ മസാജ് ചെയ്യാൻ പാടുള്ളൂ. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ ഇന്ന് അത്യാവശ്യം നന്നായിട്ട് മുടിയിൽ ഓയിൽ തേച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് പോകണമെങ്കിൽ നമ്മുടെ സ്കാൽപ്പൊക്കെ ചെറിയ രീതിയിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. എന്ന് വെച്ചാൽ ഒരുപാട് ഹാർഷായിട്ട് മസാജ് ചെയ്യരുത് കേട്ടോ. നനഞ്ഞ മുടി നമ്മളിങ്ങനെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കഴിഞ്ഞാൽ മുടി പൊട്ടിപ്പോവും. അപ്പോൾ സോഫ്റ്റ് ആയ രീതിയിൽ നമ്മുടെ വിരൽ ഉപയോഗിച്ചിട്ട് സ്കാൽപ്പിൽ എല്ലായിടത്തും നന്നായിട്ട് മസാജ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ കഴുകി കളയുക. പിന്നെ പാക്ക് വെക്കുന്ന സമയം ഞാൻ പറഞ്ഞല്ലോ 15 മിനിറ്റ്, അത്ര നേരം വെച്ചാൽ മതി കേട്ടോ. ഒരുപാട് നേരം വെച്ചിട്ട് പാക്ക് ഒരുപാട് ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 15 മിനിറ്റ് നേരം വെക്കാൻ പറ്റുന്ന ഒരു 15 മിനിറ്റ് നേരം വെക്കുക. പിന്നെ തണുപ്പ് പറ്റാത്തവരൊക്കെ ആണെങ്കിൽ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ വെച്ചിട്ട് നമുക്ക് കഴുകുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഒരുപാട് വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ കഴുകണം കേട്ടോ. ബക്കറ്റ് ഹെയർ വാഷ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം ഉലുവ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കാൽപ്പിൽ അതിന്റെ പശപശപ്പുണ്ടാവും. അത് പോകണമെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ കഴുകിയെടുക്കണം. അപ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകിയെടുക്കുക. അപ്പൊ നമ്മുടെ ചാലഞ്ചിലെ 19ാമത്തെ ദിവസം നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ മുടിയിൽ ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ ഇന്നത്തെ ദിവസം മുടി കഴുകി ഉണങ്ങി കഴിഞ്ഞിട്ട് നൈറ്റ് ഹെയർ കെയർ നിങ്ങൾ സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്തു കൊടുത്താൽ മതി. പിന്നെ ഇത് അടുത്ത് കഴിഞ്ഞിട്ട് 20ാമത്തെ ദിവസം എന്താണ് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവർക്ക് ഡെയിലി ഹെയർ വാഷ് ചെയ്യാം. വെറുതെ വെള്ളത്തിലൊന്ന് കഴുകിയാൽ മതി കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് ഓയിലൊക്കെ തേച്ചിട്ട് എന്തെങ്കിലും താളി എന്തെങ്കിലും ഉപയോഗിച്ച് കഴുകണം എന്നുണ്ടെങ്കിൽ 20ാമത്തെ ദിവസം അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു നാച്ചുറൽ ഷാമ്പു നിങ്ങൾക്ക് കെമിക്കൽ ഷാമ്പുവിന് പകരമായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇപ്പൊ കെമിക്കൽ ഷാമ്പു ഉപയോഗിക്കാൻ പറ്റാത്തവർ ഒരുപാട് പേരുണ്ട്. ചിലവർക്ക് തലവേദന വരിക, മുടി കൊഴിച്ചിൽ കൂടുതലായിട്ട് തോന്നുക, അങ്ങനെയൊക്കെ തോന്നുന്നവരൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ 1-2 തവണ നിങ്ങൾക്ക് ഈ ഒരു നാച്ചുറൽ ഷാമ്പു ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ മുടിയും സ്കാൽപ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനും മുടി വളരാനും സഹായിക്കുന്ന ഒരു നാച്ചുറൽ ഷാമ്പു ആണ് ഇത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. എല്ലാ കാര്യങ്ങളും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വ്യക്തമാവാത്ത കാര്യം ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചാൽ മതി. ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.